കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ധിഷണാശാലിയായ നേതാവ്, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ധിഷണാശാലിയായ ബുദ്ധിപരമായ നേതൃത്വം നൽകിയ നേതാവ് KMCD സാഹിബായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ലീഗിന്റെ യൂണിറ്റ് തലശ്ശേരിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് KMCD സാഹിബ്, രണ്ടാമത്തെ യൂണിറ്റ് തിരൂരങ്ങാടിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ KM മൗലവി സാഹിബ്, മലബാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി KMCD സാഹിബ്. ഇതാ മുസ്ലിം ലീഗിന്റെ ചരിത്രം. എന്റെ നാട്ടിൽ അത്ഭുതക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അത്ഭുതക്കുട്ടിയാക്കാണ്. വഹാബ് സാഹിബിന്റെ വാപ്പ രണ്ട് സമയത്ത് ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽകുട്ടിയാക്കാണ്, ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് അൽകുട്ടിയാക്കാണ്. ഈ അലകുട്ടിയാക്കാന്റെ മകൻ വഹാബിന് ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ? ഉടനെ പറഞ്ഞു അതാരാ എല്ലാരും പറഞ്ഞു. സുല്ലമുസ്ലിമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും വഹാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല, സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP ഭാഗത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പുതിയ, പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് ഇന്ന് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. വഹാബ് സാഹിബിന്റെ പള്ളിയിൽ വഹാബ് സാഹിബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ കൊടുത്ത് പള്ളി ഉണ്ടാക്കി. രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കലണ്ടർ ചന്ദ്രിക, ഒരു കലണ്ടർ സുല്ലം ഇസ്ലാമിന്റെ. അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ. അവരെ വാപ്പ അങ്ങനെ കറകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കറങ്ങുന്ന ലീഗാണല്ലോ. അവരോടൊക്കെ കലകറഞ്ഞ സുന്യം കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന്. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇനി ആരാണ് ഉദ്ഘാടനത്തിൽ? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട് തന്നെ ശാപങ്ങളെ കൊണ്ടുവരാണ്. ശാപനങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട കളഞ്ഞ ലീഗുകാരല്ല, അവരോടൊക്കെ കലകറഞ്ഞ സുന്യം കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന്. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇനി ആരാണ് ഉദ്ഘാടനത്തിൽ? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ട് തന്നെ ശാപങ്ങളെ കൊണ്ടുവരാണ്. ശാപനങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പോകില്ലല്ലോ. കാരണം അങ്ങനെയാണല്ലോ, രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ. ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു. ഇത് നടന്ന കാര്യമല്ലേ? നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. ഞാൻ നിലമ്പൂർക്കാരനല്ലേ, നടന്നു. നിങ്ങൾ കുറെ ആളുകൾ പറയാണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടന്നല്ലോ, നടന്നല്ലോ. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു തിരിച്ച് പള്ളി തങ്ങളെ ചെരുപ്പണല്ല. അതല്ല, ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു സമുദായം ഇവിടെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ അറബിക്കടൽ തീരത്ത് ലോകത്തിന് മുഴുവനും മോഡലാക്കി സംസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം. ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും. അതന്നെ ഉറപ്പ്. ലീഗിന് വേണ്ടി പണിയെടുത്തോളൂ. ഈ പാർട്ടി സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിന്റെ നിറം പച്ചയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് തീവണ്ടി സ്റ്റേഷനിൽ മിന്നുന്ന പച്ചക്കൊടിയുടെ കളറല്ല, ഇത് സ്വർഗത്തിലെ കളറാണ്. ഇത് തിന്റെ സബീല് സ്വർഗാണ്. ഇത് ഇവിടുത്തെ ഹിന്ദുക്കളോടും മുസ്ലിം ക്രിസ്ത്യാനികളോടും എല്ലാവരോടും കൂട്ടും കൂടിയതാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച ഒരു മനസ്സാണ്. എല്ലാവരും അവരെ ഒന്നായി കണ്ടു. നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോം ഏതാ? ആ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തണം. നമ്മൾ പരസ്പരം പുറംതിരിഞ്ഞ് നിൽക്കരുത്. വലാ തദാബറു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ കൂട്ടത്തിൽ പലരുണ്ടാകാം. സമസ്ത വിഭാഗത്തിൽപ്പെട്ട എന്നെപ്പെട്ട ആളുകൾ ഉണ്ടാകാം. മറ്റൊരു വിഭാഗത്തിൽ AP വിഭാഗത്തിൽപ്പെട്ട സുന്നികളുണ്ടാകാം. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവാം. ജമാഅത്തെ ഇസ്ലാമിൽപ്പെട്ട ആളുകളും എന്റെ അവിടെ പറയാൻ കേൾക്കാനും എന്നാൽ നല്ലത് ഉൾക്കൊള്ളാനും വന്നവരും ഉണ്ടാകാം. എല്ലാവരോടും ഞാൻ പറയാവലാ തദാബറു. ദുബറിന്റെ മാന രാവിലെ കക്കൂസിലിരിക്കണ സൈഡിനാണ് ദുബർ എന്ന് പറയാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. വലാ തദാബറു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുബർ കാട്ടി നടക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ.
നമ്മൾ ഈ ലീഗിനെ കൊല്ലാൻ നടക്കരുത്. എങ്ങനെ ലീഗിനെ കൊല്ലാം? നമ്മൾ പുറന്തിരുന്ന് നടന്ന ലീഗ് മരിച്ചു. നമ്മളെ കാക്കട്ടെ. പിന്നെ ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ എനിക്കെന്ത് കിട്ടുന്നല്ല എനിക്കാണ്, എനിക്കെന്ത് കൊടുക്കാൻ കഴിയില്ല. ഈ ഒരു വിയർപ്പ് പടച്ചോന്റെ പൊരുത്തത്തിലാണെങ്കിൽ, ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത് സ്വർഗത്തിലായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഈ 3 ദിവസം പ്രസംഗിച്ചത് സ്വർഗത്തിന് വേണ്ടി ആയിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ചെറുപ്പക്കാർ പുതിയ സംഘടനകളിലേക്ക് പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറക്കപ്പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക. ലീഗ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള സഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.